Hey guys, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് പോപ്പ് റൈസ് ആണ്. എപ്പോഴും പോപ്പ് റൈസ് നമ്മുടെ കയ്യിൽ വരാറുണ്ട്, പക്ഷെ നമുക്ക് വീഡിയോയിൽ കാണിക്കാനുള്ള ഒരു സാവകാശം കിട്ടാറില്ല. അതിനു മുമ്പ് തന്നെ നമ്മളുടെ ഈ പ്രൊഡക്ട്സ് എല്ലാം സ്റ്റോക്ക് ഔട്ട് ആറാണ് പതിവ്. ഇന്ന് എന്തായാലും നിങ്ങൾ ഈ വീഡിയോസിൽ കൂടെ ഈ കാസൊക്കെ കാണിച്ചു തരുള്ളൂ എന്നുള്ളൊരു എന്താ പറയുക ഒരു പ്രോമിസ് എടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ടയറിൻ്റെ മുകളിൽ സൗന്ദര്യം എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ്, ബ്യൂട്ടി ഓൺ വീൽസ്. അതുപോലത്തെ കാസാണ് ഫുള്ള് ഇന്ന് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇന്ന് നമ്മളുടെ ഓരോ കാസായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നതാണ്. ഇത് പോപ്പ് റൈസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. 1:64 സ്കെയില്, ഡീറ്റെയിലിങ്ങിൽ അത്യാവശ്യം അടിപൊളിയാണിത്. ഫസ്റ്റ് നമുക്ക് ഇവിടെ തുടങ്ങാം. ഇതാണ് GTRൻ്റെ V8 ഡ്രിഫ്റ്റ് എഡിഷൻ. ഇത് ഓൾറെഡി ഒരുപാട് പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ. പിന്നെ അതിൻ്റെ തന്നെ പുതിയൊരു സീരീസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഡ്യുവൽ ടോണിൽ സെയിം. നിങ്ങൾക്ക് ഇത് ഫ്രണ്ടിലെ എൻജിൻ സൈഡും അതുപോലെ എക്സോസ്റ്റിൻ്റെ ടിപ്പൊക്കെ കാണാം. സെയിം, കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത് സിംഗർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോർഷയുടെ വണ്ടിയാണ്. ഓക്കെ, നല്ല കിട്ടില്ല ഡീറ്റെയിലിംഗ് ആണുള്ളത്. അതും ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഷെൽ എഡിഷൻ, ഫുള്ള് പെയിൻ്റൊക്കെ ഷെല്ലിന് വേണ്ടി ബ്രാൻഡിങ് ചെയ്തിട്ടുള്ള വോക്സ്വാഗൺ ഗോൾഫ് GTI 2 ഡോറാണ്. നിങ്ങൾക്കറിയാലോ, പണ്ടൊക്കെ നമ്മുടെ മോസ്റ്റ് വാണ്ടഡിലൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മളുടെ ഈ പോളോ. പിന്നെ ഓക്കെ, സ്കൈലൈൻ ഡാറ്റ്സൻ്റെ ഫുള്ളി കസ്റ്റമൈസേഷൻ ചെയ്ത ഒരു കാറാണ്. പിന്നെ പോപ്പ് റൈസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയോ? സസ്പെൻഷൻ ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, സസ്പെൻഷൻ കണ്ട സസ്പെൻഷനും കാര്യങ്ങളുണ്ടാവും. പിന്നെ കസ്റ്റമൈസേഷൻ ചെയ്തൊക്കെ നോക്കി, എക്സോസിൻ്റെ ടിപ്പ് വന്നേക്കാനുണ്ട്, ഇത്ര ഹൈറ്റില്ല. ഇതും ഒരു സ്പെഷ്യൽ സീരീസാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഈ പോർഷെ ലിമിറ്റഡ് എഡിഷൻ ഉണ്ടോ, അതുപോലെ പോർഷെസിൻ്റെ 2-3 ലിമിറ്റഡ് എഡിഷൻ ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഇത് നിസാൻ സ്കൈലൈൻ GTR R32 ആണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മൾക്ക് ലംബോർഗിനി കൗണ്ടാച്ച്. പോപ്പ് റൈസിൻ്റെ ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യം വെറുതെ സീനായിരിക്കും. അത് ഈ ബോണറ്റായാലും ഹുഡായാലും വീൽസ് ആയാലും പിന്നെ റബ്ബർ ടയേഴ്സ് ആയാലും സസ്പെൻഷൻ ആയാലും ഇതിൻ്റെ ബേസ് ആയാലും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവാറില്ല. ഒരു ഒറിജിനൽ കാർ എങ്ങനെയാണോ അതിൻ്റെ സ്കെയിൽ മോഡൽ അവർ അതേപോലെ തന്നെ ഉണ്ടാക്കും. പിന്നെ പോർഷയുടെ തന്നെ 992 സ്റ്റിങ്ങർ GTR കളർ നോക്കി നിങ്ങൾ. ഇതെല്ലാം ലിമിറ്റഡ് എഡിഷനാണ് ഉണ്ടാകുക, വളരെ കുറച്ച് കാസേ ഉണ്ടാവുള്ളൂ പോർഷയുടെ. പിന്നെ ഇത് നോക്കിയാൽ സിംഗർ മുൾഹോളൻഡ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഡ്രൈവ് എനിക്കിത് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എനിക്ക് തോന്നുന്നു അതിൻ്റെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു ഇതായിട്ട് ഇറക്കിയായിരിക്കണം, ഇൻസ്പയർഡ് ആയിട്ട്. പിന്നെ ഇത് 30th ആനിവേഴ്സറി സ്പെഷ്യൽ എഡിഷൻ സ്കൈലൈൻ ഡാറ്റ്സൺ. ഓക്കെ, ഇതിന് സെയിം എക്സോസിൻ്റെ ടിപ്പൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ചും കൂടെ കളറിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. ഇതധികം ഇറക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, വളരെ ലിമിറ്റഡ് ആണ്. ഇതിനെപ്പറ്റി അറിയാവുന്നവരെന്തായാലും കമൻറ്റ് സെക്ഷനിൽ അറിയുക. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ നോക്കിയേ ഇൻടേക്കൊക്കെ പോയിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. എക്സോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. 4799, 1700, ഇതും 1800. ആ ഒരു പ്രൈസിങ് ആണ് എല്ലാം ഇങ്ങനെ ഈ അറ്റം വരെ വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ സ്കെയിൽ മോഡൽ 1:64 മാത്രമല്ല, ഒരുപാട് സ്കെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്, എക്സ്ക്ലൂസീവ് സാധനങ്ങൾ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങളെല്ലാവരും ഫ്രിസ്ബീസിൻ്റെ സ്റ്റോഴ്സ് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇത് മേടിക്കാനല്ലെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഇവിടെ വരാം, കാണാം. അപ്പോൾ മേടിക്കാൻ വേണ്ടി മാത്രം വന്നൊന്നുമില്ല, ഇതൊക്കെ കാണാനും നിങ്ങൾക്ക് നമ്മൾ സ്റ്റോറൊക്കെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി പുതിയൊരു വീഡിയോ ഇട്ടുവന്നവരേക്കും ബൈ.